ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആയിട്ടുള്ള പ്ലഡ്ജിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ പോൺ എന്നും വിളിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ്. കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് എന്ന് വെച്ചാൽ ചില പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുഡ്സ് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരിയഡിന് വേണ്ടിയിട്ടോ അതിൻ്റെ ഓണർ മറ്റൊരു വ്യക്തിക്ക് ഡെലിവറി ചെയ്യുന്നതാണ്. ദെൻ ആ ഡെലിവറി എന്ന് പറയുന്നത് വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാകാം. ചിലപ്പോൾ അതിൻ്റെ സേഫ് കസ്റ്റഡി എൻഷുർ ചെയ്യാനോ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ അഡീഷൻസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആവാം. അങ്ങനെ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് ഒരു ലോൺ റീപേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് റീപേയ്മെൻറ്റിന് ഒരു സെക്യൂരിറ്റി ആയിട്ടോ, ഒരു പ്രോമിസിൻ്റെ പെർഫോമൻസിനൊരു സെക്യൂരിറ്റി ആയിട്ടോ ആണ് എന്നുണ്ടെങ്കിൽ അത്തരം ബെയിൽമെൻറ്റ് കോൺട്രാക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബെയിൽമെൻ്റ് ആണ്. ഇവിടെ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് ഒരു സെക്യൂരിറ്റി ആയിട്ടാണ്. സെക്യൂരിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? ലോൺ റീപേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പ്രോമിസ് വെച്ചാൽ അത് പെർഫോം ചെയ്യുന്നത് വരെ ഉള്ള ഒരു സെക്യൂരിറ്റി ആയിട്ടൊക്കെ ആയിരിക്കും ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെലിവറി ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഗുഡ്സോ പ്രോപ്പർട്ടീസോ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ബെയിൽമെൻറ്റിനെ നമ്മൾ പ്ലഡ്ജ് അല്ലെങ്കിൽ പോൺ എന്നാണ് വിളിക്കുന്നത്. ദെൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 172 പ്ലഡ്ജ് ഡിഫൈൻ ചെയ്യുന്നത് the bailment of goods as security for payment of a debt or performance of a promise. സോ ഇവിടെ ബെയിൽമെൻറ്റ് തന്നെയാണ് പ്ലഡ്ജ്. ബെയിൽമെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ആസ് എ സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. ഒരു ഡെപ്റ്റ് പേയ്മെൻറ്റിനുള്ള ഒരു സെക്യൂരിറ്റി ആയിട്ടോ, അല്ലെങ്കിൽ ഒരു പ്രോമിസിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആയിട്ടോ ആണ് ഗുഡ്സ് ബെയിൽ ചെയ്യുന്നത്. അത്തരം ബെയിൽമെൻറ്റ് നമുക്ക് പ്ലഡ്ജ് എന്ന് വിളിക്കാം. ദെൻ കോൺട്രാക്റ്റ് ഓഫ് പ്ലഡ്ജിൽ 2 പാർട്ടീസാണുള്ളത്, പോണറും പോണിയും. പോണർ എന്ന് പറഞ്ഞാൽ ബെയിലർ തന്നെയാണ്, അതായത് ആരാണോ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് അവരെയാണ് നമ്മൾ പോണർ എന്ന് വിളിക്കുന്നത്. ദെൻ ആരാണോ ആ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് അവരെയാണ് നമ്മൾ പോണി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വൈ ബോറോസ് ₹50,000 ഫ്രം സിറ്റി ബാങ്ക് ആൻഡ് കീപ്സ് ഹിസ് ഷെയർസ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ്. ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് പ്ലഡ്ജ് ഓർ പോൺ. ഇവിടെ വൈ എന്ന് പറയുന്ന വ്യക്തി സിറ്റി ബാങ്കിൽ നിന്നും 50,000 രൂപ കടമെടുക്കുകയാണ്. ആ 50,000 രൂപ കടമെടുത്തപ്പോൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് അവരുടെ കയ്യിലുള്ള കുറച്ച് ഷെയർസാണ്. സോ ഇവിടെ വൈ ആണ് ബോറോ ചെയ്യുന്നത്. വൈ അവരുടെ കയ്യിലുള്ള ഷെയർസ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. സോ വൈ ആണ് പോണർ അല്ലെങ്കിൽ ബെയിലർ. ദെൻ ആരാണ് ആ ഗുഡ്സ് അല്ലെങ്കിൽ ആ ഷെയർസ് റിസീവ് ചെയ്യുന്നത്? സിറ്റി ബാങ്കാണ്. സോ സിറ്റി ബാങ്കിനെ നമുക്ക് പോണി എന്നും വിളിക്കാം. ഓക്കെ, ഇത്രയാണ് പ്ലഡ്ജ് അല്ലെങ്കിൽ പോൺ എന്നതിനെ കുറിച്ച് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, എസെൻഷ്യൽസ് ഓഫ് പ്ലഡ്ജ്. അതായത് ഒരു പ്ലഡ്ജ് കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എലമെൻറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വേ ഓഫ് സെക്യൂരിറ്റി. കോൺട്രാക്റ്റ് ഓഫ് പ്ലഡ്ജിൽ ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുന്നത്, പക്ഷേ അത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? ആസ് എ സെക്യൂരിറ്റിയാണ്. ദെൻ ദ സെക്യൂരിറ്റി ഈസ് മെൻറ്റ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് പ്രോമിസ്. ഇവിടെ സെക്യൂരിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നത്? ഡെപ്റ്റ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ ഒരു പ്രോമിസിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടോ ഉള്ള സെക്യൂരിറ്റി ആയിട്ടാണ് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് നോട്ട് ഓണർഷിപ്പ്. കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റിലെ പോലെ തന്നെ പ്ലഡ്ജിലും പൊസഷൻ മാത്രമുള്ളൂ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിൻ്റെ ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. ദെൻ ഗുഡ്സ് ആർ റിട്ടേൺഡ് ഓൺ റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. പ്ലഡ്ജിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് പേയ്മെൻറ്റ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ആ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗുഡ്സ് റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ ഒരു പ്രോമിസിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ പ്രോമിസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് റിട്ടേൺ ചെയ്യും. ദെൻ മൂവബിൾ ഗുഡ്സ് ക്യാൻ ബി പ്ലഡ്ജ്, നോട്ട് ഇമ്മൂവബിൾ ഗുഡ്സ്. കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റിലെ പോലെ തന്നെ മൂവബിൾ പ്രോപ്പർട്ടീസാണ് ഇവിടെ പ്ലഡ്ജ് ചെയ്യുന്നത്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് പ്ലഡ്ജ് ചെയ്യുന്നില്ല. ദെൻ എക്സിസ്റ്റിംഗ് ഗുഡ്സ് ക്യാൻ ബി പ്ലഡ്ജ്ഡ്. അതായത് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നമുക്ക് പ്ലഡ്ജ് ചെയ്യാൻ കഴിയുള്ളൂ. ഭാവിയിൽ കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓണർഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പ്രോപ്പർട്ടീസൊന്നും നമുക്ക് പ്ലഡ്ജ് ചെയ്യാൻ പാടില്ല. അതാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് ക്യാൻ ഓൺലി പ്ലഡ്ജ് എന്ന് പറയുന്നത്. Then it's a special type of contract.
സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബെയിൽമെൻ്റ് ആണ്. സോ ബേസിക്കലി പ്ലഡ്ജ് എന്ന് പറയുന്നതും ഒരു കോൺട്രാക്റ്റ് തന്നെയാണ്. സോ മറ്റെല്ലാ കോൺട്രാക്ട്സിനും ഉണ്ടായിരിക്കേണ്ട വാലിഡ് എലമെൻറ്റ്സ് ഒക്കെ കോൺട്രാക്റ്റ് ഓഫ് പ്ലഡ്ജിനും ഉണ്ടായിരിക്കും. അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഓഫ് പോണി ഓർ പ്ലഡ്ജി. അതായത് നമ്മൾ പറഞ്ഞു 2 പാർട്ടീസാണുള്ളത്, പോണറും പോണിയും. പോണി എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ പോണി എന്ന് പറയുന്നത്. സോ കോൺട്രാക്റ്റ് ഓഫ് പ്ലഡ്ജുമായി ബന്ധപ്പെട്ടിട്ട് പോണിക്കുണ്ടായിരിക്കുന്ന ചില റൈറ്റ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് വൺ, റൈറ്റ് ഓഫ് റീറ്റെയ്നർ. റൈറ്റ് ഓഫ് റീറ്റെയ്നർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് ലീൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ പോണി റിസീവ് ചെയ്തിട്ടുള്ള ആ ഗുഡ്സ് അവർക്ക് റീറ്റെയിൻ ചെയ്യാം. ഏത് കിട്ടുന്നിടത്തോളം വരെ അവർക്ക് ആ ഡെപ്റ്റ് റീപേ ചെയ്ത് കിട്ടുക. ദെൻ ആ ഡെപ്റ്റുമായി എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും എക്സ്പെൻസുകൾ ഈ പോണി മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പോണർ കൊടുക്കുന്നത് വരെ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് പോണിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് റീറ്റെയിനർ ഫോർ സബ്സിക്വൻറ്റ് അഡ്വാൻസ്. അതായത് ഒരു തവണ ഒരു ഡെപ്റ്റ് കൊടുത്തു, അതിനപ്പുറത്തേക്ക് രണ്ടാമത് പിന്നെയും അഡീഷണൽ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ എമൗണ്ട് കിട്ടുന്നത് വരെയും ഈ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാൻ പോണിക്ക് കഴിയുന്നതാണ്. റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്. അതായത് പോണി ഈ ഗുഡ്സ് കെയർ ചെയ്യുമ്പോൾ, അത് പ്രിസേർവ് ചെയ്യുമ്പോൾ അവർക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്ന എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് വന്നാൽ അത്തരം എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസും പോണറിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് പോണിക്ക് ഉണ്ട്. ദെൻ റൈറ്റ് ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് ഓഫ് ദി പോണർ. പോണർ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയാലും പോണിക്ക് ചില റൈറ്റ്സ് ഉണ്ട്. അതായത് ടു ബ്രിങ് എ സ്യൂട്ട് ഓൺ ദി ഡെപ്റ്റ് ആൻഡ് ടു റിറ്റെയിൻ ദി ഗുഡ്സ് പ്ലഡ്ജ്ഡ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി. പോണർ കൊടുക്കേണ്ട എമൗണ്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കിട്ടാൻ സ്യൂ ചെയ്യാനും അതുപോലെ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനും പോണിക്ക് കഴിയും. ദെൻ ടു സ്യൂ ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ ഹിസ് പൊസഷൻ ആൻഡ് റിയലൈസ് ദ മണി ഡ്യൂ ടു ഹിം. ഇനി പോണർ ആ എമൗണ്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ആയിട്ട് റിസീവ് ചെയ്ത ഗുഡ്സ് വിൽക്കാനും അതിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് റിയലൈസ് ചെയ്യാനും പോണിക്ക് റൈറ്റ് ഉണ്ട്. ദെൻ ടു സെൽ ദ ഗുഡ്സ് പ്ലഡ്ജ്ഡ് ആഫ്റ്റർ ഗിവിങ് റീസണബിൾ നോട്ടീസ് ദി പോണർ. അപ്പോൾ പോണർ ആ എമൗണ്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോണർക്ക് ജസ്റ്റ് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് ഈ പോണിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് വിൽക്കാനും ആ എമൗണ്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും കഴിയും. ഇത്രയാണ് പോണിക്കുള്ള റൈറ്റ്സ്. അടുത്തത് പോണിൻ്റെ ഡ്യൂട്ടീസ്. ദെൻ പോണിയാണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ട് പോണിക്ക് ചില ഡ്യൂട്ടീസ് കൂടെയുണ്ട്. അത് ഫസ്റ്റ് വൺ, ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ഗുഡ്സ് പ്ലഡ്ജ്ഡ്. റിസീവ് ചെയ്ത ഗുഡ്സിൻ്റെ റീസണബിൾ കെയർ എന്ന് പറയുന്നത് ആരുടെ ഡ്യൂട്ടി ആയിരിക്കും? പോണിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. അത് കറക്റ്റ് പ്രിസേർവ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് പോണിയാണ്. ദെൻ നോട്ട് ടു മേക്ക് എനി അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഗുഡ്സ്. ആ ഗുഡ്സ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് ഉണ്ടായിരിക്കുന്നില്ല? പോണിക്കുണ്ടായിരിക്കുന്നില്ല. ദെൻ നോട്ട് ടു മിക്സ് ഗുഡ്സ് പ്ലഡ്ജ്ഡ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. പ്ലഡ്ജിൻ്റെ ഗുഡ്സിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ പോണിൻ്റെ ഗുഡ്സിൻ്റെ കൂടെ പ്ലഡ്ജുമായി ബന്ധപ്പെട്ട് റിസീവ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. ദെൻ ഹി ഹാസ് ദ റൈറ്റ് ടു റിട്ടേൺ ദി ഗുഡ്സ്. അതായത് പോണർ ആ പേയ്മെൻറ്റ് നടത്തിയാൽ ഡെപ്റ്റ് ഫുള്ള് റീപേ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോമിസ് പെർഫോം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്സ് പോണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഡ്യൂട്ടി ആർക്കുണ്ടായിരിക്കും? പോണിക്കുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ടു റിട്ടേൺ അക്രിയേഷൻ ടു ദി ഗുഡ്സ്. റിസീവ് ചെയ്ത ഗുഡ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അക്രിയേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു കൊടുക്കാനുള്ള ഡ്യൂട്ടി പോണിക്കുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, റൈറ്റ്സ് ഓഫ് പോണർ. ഫസ്റ്റ് വൺ പറയുന്നത് ഡീഫോൾട്ടിംഗ് പോണേഴ്സ് റൈറ്റ് ടു റെഡീം. സപ്പോസ് പോണർ ആ പേയ്മെൻറ്റ് കൊടുക്കുന്നതിൽ ഡീഫോൾട്ട് വരുത്തി. സോ അങ്ങനെയാണെങ്കിൽ പിന്നെ പോണി എന്താ ചെയ്യുക? അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് കിട്ടിയുള്ള ആ ഗുഡ്സ് വിൽക്കാൻ ശ്രമിക്കും. സോ അങ്ങനെ വിൽക്കുന്നതിന് തൊട്ട് മുമ്പേ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ പോണർക്ക് ആ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ കണ്ടീഷനുള്ളൂ, ആ പേയ്മെൻറ്റ് കൊടുക്കണം. സോ എമൗണ്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ പോണി ഒരു നോട്ടീസൊക്കെ അയച്ച് ഗുഡ്സ് വിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ദെൻ പോണർക്ക് കയ്യിൽ ക്യാഷ് കിട്ടിയെങ്കിൽ ആ ഗുഡ്സ് വിൽക്കുന്നതിന് തൊട്ട് മുമ്പേ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പോണർക്ക് ആ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ആ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ പ്രിസർവേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദി ഗുഡ്സ്. പോണറിൻ്റെ ഗുഡ്സാണ് പോണിൻ്റെ കയ്യിലുണ്ടാവുക. സോ പോണി അതിൻ്റെ കെയർ എൻഷുർ ചെയ്യണം. അത് കറക്റ്റ് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയോ പ്രിസർവ് ചെയ്യുകയോ ചെയ്യാത്ത പക്ഷം
പോണർക്ക് അവരുടെ പേരിൽ എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ പ്രൊട്ടക്ഷൻ ആസ് എ ഓർഡിനറി ഡെപ്റ്റർ. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് പോണർ ഒരു പേയ്മെൻറ്റ് ആ ഡെപ്റ്റ് കൊടുത്ത് തീർക്കാനുണ്ട് പോണിക്ക്. സോ പോണിയാണ് ക്രെഡിറ്റർ, പോണറെ നമുക്ക് ഡെപ്റ്റർ എന്നും വിളിക്കാം. സോ മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരം ഒരു ഡെപ്റ്ററിന് എന്തെല്ലാം റൈറ്റ്സ് ഉണ്ടോ ആ റൈറ്റ്സ് ഒക്കെ പോണറിനും ഉണ്ടായിരിക്കുന്നതാണ്. സോ ഒരു ഓർഡിനറി ഡെപ്റ്റർ പോലെ തന്നെയാണ് പോണറും ആക്ട് ചെയ്യുന്നത്. ദെൻ റൈറ്റ് ടു റിസീവ് ദി ഇൻക്രീസ്. സോ പോണർ കൊടുത്ത ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അക്രിയേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും വാങ്ങാനുള്ള, അത് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് പോണർക്ക് ഉണ്ടായിരിക്കും. അടുത്തത് ഡ്യൂട്ടീസ് ഓഫ് ദി പോണർ. ഫസ്റ്റ് വൺ, ഡ്യൂട്ടി ടു റീപേ ദി ലോൺ. പോണിക്ക് കിട്ടേണ്ട എമൗണ്ട് കിട്ടാതായാൽ പോണി എന്ത് ചെയ്യും? കേസ് കൊടുക്കും. സോ അവിടെ പോണറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ആ കൊടുക്കാനുള്ള എമൗണ്ട് കൊടുത്ത് തീർക്കുക, അല്ലെങ്കിൽ ആ ചെയ്യാനുള്ള പ്രോമിസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. സോ പോണറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു റീപേ ദ ലോൺ എന്നുള്ളതാണ് ബേസിക് ആയിട്ട് വരുന്നത്. ദെൻ ഡ്യൂട്ടി ടു പേ ദി എക്സ്പെൻസ് ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട്. അതായത് പോണർ വരുത്തിയ ഡീഫോൾട്ട് കാരണം പോണിക്ക് എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അത്തരം എക്സ്പെൻസ് പോലും ആര് കൊടുക്കണം? പോണർ കൊടുക്കണം. ഇത്രയും ഡ്യൂട്ടീസാണ് പോണർക്ക് വരുന്നത്. അടുത്തത് പ്ലെഡ്ജ് ബൈ നോൺ ഓണേഴ്സ്. നോർമൽ കേസിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യാനുള്ള റൈറ്റ് ആർക്കേ ഉള്ളൂ? ഓണർക്കേ ഉള്ളൂ. കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻ്റ് ആയാലും പ്ലെഡ്ജ് ആയാലും ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെലിവറി ചെയ്യുകയാണ്. അത് ചെയ്യുന്നത് ആരാണ്? അതിൻ്റെ ഓണേഴ്സ് ആയിരിക്കും. ദെൻ ആ ഒരു പൊസഷനാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. പക്ഷേ ചില കേസുകളിൽ ഈവൻ നോൺ ഓണേഴ്സിന് പോലും അവരുടെ പൊസഷനിൽ ഉള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന കേസുകൾ വരാം. അത്തരം കേസിലും പ്ലെഡ്ജ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള കേസുകളാണ് ഇനി പറയുന്നത്. അതായത് പ്ലെഡ്ജ് ചെയ്യുന്നത് നോൺ ഓണേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അത് എത്തരത്തിലുള്ള പ്ലെഡ്ജുകളായിരിക്കാം, അല്ലെങ്കിൽ ആർക്കാണ് അങ്ങനെ പൊസഷൻ മാത്രം കയ്യിലുള്ള പാർട്ടീസിന് ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പ്ലെഡ്ജ് ബൈ എ മെർക്കൻഡൈൽ ഏജൻറ്റ്. കോൺട്രാക്റ്റ് അതിൽ സെക്ഷൻ 178 പ്ലെഡ്ജ് ബൈ മെർക്കൻഡൈൽ ഏജൻറ്റ് പറയുന്നത്. മെർക്കൻഡൈൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ പറയുന്നത് ട്രേഡുമായി ബന്ധപ്പെട്ടിട്ട് ഗുഡ്സ് വാങ്ങാനോ വിൽക്കാനോ ഓതറൈസ്ഡ് പെർമിഷൻ കൊടുത്തിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഏജൻറ്റിനെയാണ് നമ്മൾ മെർക്കൻഡൈൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. സോ അവരുടെ കയ്യിൽ ഗുഡ്സ് വരും പോവും ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരതിൻ്റെ റിയൽ ഓണേഴ്സ് ആവുന്നില്ല, പക്ഷെ അതിൻ്റെ പൊസഷൻ അവരുടെ കയ്യിലാവും. അത്തരത്തിലുള്ള മെർക്കൻഡൈൽ ഏജൻറ്റിന് ഈ ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അവർ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ദ ഏജൻറ്റ് മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ദി ഗുഡ്സ് ഓർ ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്. അതായത് അവർ ഓണർ അല്ല എന്നുണ്ടെങ്കിലും ആ പ്രോപ്പർട്ടിൻ്റെ പൊസഷൻ അവരുടെ കയ്യിലായിരിക്കണം. നമ്മുടെ കയ്യിൽ പൊസഷൻ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ഒരിക്കലും നമുക്ക് പ്ലെഡ്ജ് ചെയ്യാൻ കഴിയില്ല. സോ ഓണർ അല്ല എന്നുണ്ടെങ്കിൽ മെർക്കൻഡൈൽ ഏജൻറ്റിന് ആ ഗുഡ്സിൻ്റെ പൊസഷൻ കയ്യിലുള്ളത് കൊണ്ട് മാത്രം അത് പ്ലെഡ്ജ് ചെയ്യാൻ കഴിയും. ദെൻ പൊസഷൻ ഓഫ് ഗുഡ്സ് മസ്റ്റ് ബി വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി ഓണർ. ആ പൊസഷൻ എന്ന് പറയുന്നത് ഓണറിൻ്റെ സമ്മതപ്രകാരമായിരിക്കണം. ഓണർ അറിയാതെ അതിൻ്റെ പൊസഷൻ ഗെയിൻ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഓണറിൻ്റെ സമ്മതപ്രകാരമാണ് മെർക്കൻഡൈൽ ഏജൻറ്റ് ആ ഗുഡ്സ് പൊസസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യാൻ മെർക്കൻഡൈൽ ഏജൻറ്റിന് കഴിയും. Then the goods must be in possession of the agent in his capacity as a mercantile agent. ഒരു മെർക്കൻഡൈൽ ഏജൻറ്റ് എന്നുള്ള നിലക്കാകണം അവരുടെ കയ്യിൽ അതിൻ്റെ പൊസഷൻ വരുന്നത്. സെക്ഷൻ 178 പ്രകാരം മെർക്കൻഡൈൽ ഏജൻ്റാണ്. സോ ഇവിടെ മെർക്കൻഡൈൽ ഏജൻറ്റ് എന്നുള്ള ആ ഒരു റോളിലാണ് അവരുടെ കയ്യിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ പൊസഷൻ വരേണ്ടത്. വേറെ എന്തെങ്കിലും പ്രകാരം കയ്യിൽ പൊസഷൻ വന്നതുകൊണ്ട് അവർക്ക് പ്ലെഡ്ജ് ചെയ്യാൻ കഴിയില്ല. സോ മെർക്കൻഡൈൽ ഏജൻറ്റ് എന്നുള്ള പ്രകാരമാണ് ഒരു വ്യക്തിക്ക് അവരുടെ കയ്യിൽ ചില പ്രോപ്പർട്ടിൻ്റെ പൊസഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്യാം. Then the pawnee must act in good faith and should not have notice at the time of pledge. The pawner has no authority to sell. ഇവിടെ പ്ലെഡ്ജിക്ക്
ഇങ്ങനെ മെർക്കൻറ്റൈൽ ഏജൻ്റാണ് അല്ലെങ്കിൽ അവർ ശരിക്കും അതിൻ്റെ ഓണർ അല്ല എന്ന് ഉള്ള അറിവുണ്ടാകാൻ പാടില്ല. പ്ലഡ്ജി കൂടി ഇത് അറിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ പ്ലഡ്ജ് വാലിഡ് അല്ല. പ്ലഡ്ജി അറിയാതെയാണ് ഈ വ്യക്തി ബീയിങ് എ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ആ ഗുഡ്സ് പ്ലഡ്ജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം പ്ലഡ്ജ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ അതേസമയം പ്ലഡ്ജി കൂടി അറിഞ്ഞിട്ടാണ് ഈ പ്ലഡ്ജിന് ഒരുങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്ലഡ്ജ് വാലിഡ് അല്ല. സോ ഇങ്ങനെ ഈവൻ നോൺ ഓണേഴ്സിൻ്റെ കേസിലും പ്ലഡ്ജ് വാലിഡ് ആക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലഡ്ജിയെ അല്ലെങ്കിൽ പോണിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പ്ലഡ്ജി കൂടി അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്ലഡ്ജ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് വാലിഡായിട്ട് കൺസിഡർ ചെയ്യൂല. അതേസമയം പ്ലഡ്ജി അറിയാതെ പ്ലഡ്ജി നല്ല ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ആ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പ്ലഡ്ജിനെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യാം. The next one, pledge by a seller in possession after sale. ചില കേസുകളിൽ ചില വ്യക്തികൾ അവരുടെ പ്രോപ്പർട്ടീസ് വിറ്റ് കഴിഞ്ഞാലും കുറച്ച് കാലം അവരുടെ കയ്യിൽ അതിൻ്റെ പൊസഷൻ ഉണ്ടായിരിക്കും. അത്തരം കേസിൽ ആ സെല്ലർ ആ കയ്യിലുള്ള പൊസഷൻ എന്നുള്ള റൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്യാറുണ്ട്. അങ്ങനെ പ്ലഡ്ജ് ചെയ്യുന്നതും വാലിഡാണ്. പക്ഷേ പ്ലഡ്ജി ആ ഓണർഷിപ്പിനെ കുറിച്ചിട്ട്, അതായത് ഇങ്ങനെ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓൾറെഡി സെയിൽ ചെയ്തതാണ് എന്നുള്ള വിവരം അറിയാതെയാവണം. സോ പ്ലഡ്ജി അറിയാതെയാണ് പ്ലഡ്ജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈവൻ സെല്ലറിന് പോലും ആ പ്ലഡ്ജ് ചെയ്യാം. സോ അത്തരം പ്ലഡ്ജുകൾ വാലിഡാണ്. അതേസമയം പ്ലഡ്ജ് അറിഞ്ഞാൽ, അതായത് ഈ സെല്ലറിൻ്റെ കയ്യിൽ പൊസഷൻ മാത്രമേ ഉള്ളൂ, അയാൾ അതിൻ്റെ ഓണർ അല്ല എന്ന് പ്ലഡ്ജി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലഡ്ജ് വാലിഡ് ആകുന്നില്ല. അതേസമയം പ്ലഡ്ജി അറിയാതെയാണ്, അതായത് പ്ലഡ്ജിക്ക് ഇതിൻ്റെ ഓണർഷിപ്പിൽ ഉള്ള ഡിഫക്റ്റ് അറിയാതെയാണ് ആ ഗുഡ്സ് ആസ് എ പ്ലഡ്ജ് റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആയിരിക്കും. അതുപോലെ തന്നെ പ്ലഡ്ജ് ബൈ എ ബയർ ഇൻ പൊസഷൻ ബിഫോർ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ്. ചില വ്യക്തികൾ ഒരു അഗ്രിമെൻറ്റിലൊക്കെ എൻ്റർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടീസിൻ്റെ ഓണർഷിപ്പ് ഗെയിൻ ചെയ്യും. പക്ഷേ അത് ഫുൾ ഓണർ ആകണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് നമ്മൾ മുഴുവൻ കൊടുക്കണമല്ലോ. ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പേ ആ പ്രോപ്പർട്ടിയുടെ പൊസഷൻ നമ്മുടെ കയ്യിലേക്ക് വന്നു, പക്ഷെ നമ്മൾ അതിൻ്റെ ഓണർ ആയിട്ടില്ല. അത്തരം കേസിലും ചില ബയേഴ്സ് പ്ലഡ്ജ് ചെയ്യാറുണ്ട്. ഈ കേസിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്ലഡ്ജ് ഈ വിവരം അറിയാതെയാണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്ലഡ്ജ് വാലിഡ് ആണ്. പക്ഷേ അതേസമയം പ്ലഡ്ജിക്ക് അറിയാം ഈ പ്ലഡ്ജ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഓണർ അതിൻ്റെ റിയൽ ഓണർ അല്ല എന്ന് അറിയുന്ന കാര്യമാണെങ്കിൽ പിന്നെ അവർ ആ ഗുഡ്സ് ആസ് എ പ്ലഡ്ജ് റിസീവ് ചെയ്യാൻ പാടില്ല. സോ പ്ലഡ്ജ് അറിയാതെയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിസീവ് ചെയ്ത പ്ലഡ്ജും അല്ലെങ്കിൽ ഇങ്ങനെ റിസീവ് ചെയ്ത ഗുഡ്സും പ്ലഡ്ജിൻ്റെ അണ്ടറിൽ വരും, പ്ലഡ്ജായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ പ്ലഡ്ജ് ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്റ്റ്. ചില കേസിൽ വോയിഡബിൾ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് പൊസഷൻ കയ്യിലുള്ള വ്യക്തികൾ ഗുഡ്സ് പ്ലഡ്ജ് ചെയ്യാം. സോ അവിടെ ആ പൊസഷൻ എന്ന് പറയുന്നത് ചിലപ്പം ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും വഴിയേന അവിടെ കയ്യിലേക്ക് വന്നതാവാം. സോ അങ്ങനെ പൊസഷൻ ഗെയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പ്ലഡ്ജ് ചെയ്യുകയാണ്. പക്ഷേ പ്ലഡ്ജ് ഇത് അറിയാതെയാണ് ആ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്ലഡ്ജ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ അതേസമയം പ്ലഡ്ജിക്കറിയാം ഈ ഓണർ തരുന്ന പ്രോപ്പർട്ടി അവരുടേതല്ല, അവർ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആസ് പെർ വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ് അവർക്ക് ഇതിൻ്റെ പൊസഷൻ ഉള്ളത്, അവരതിൻ്റെ റിയൽ ഓണേഴ്സ് അല്ല എന്ന് അറിഞ്ഞിട്ടാണ് പ്ലഡ്ജ് ഈ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്ലഡ്ജ് വാലിഡ് അല്ല. പക്ഷേ പ്ലഡ്ജ് ഇതൊന്നും അറിയാതെ നല്ല ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ആ പ്രോപ്പർട്ടി റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്ലഡ്ജിനെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ പ്ലഡ്ജ് ബൈ കോ ഓണർ ഇൻ പൊസഷൻ. ചില പ്രോപ്പർട്ടീസിന് ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടായിരിക്കും. സോ അതിൽ ഏതെങ്കിലും ഒരു ഓണർ ആ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്താൽ അത് വാലിഡാണ്. ദെൻ പ്ലഡ്ജ് ബൈ എ ഓണർ ഹാവിങ് ഓൺലി എ ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. സെക്ഷൻ 179 പറയുന്നത് ചില പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് പ്ലഡ്ജ് ചെയ്യുന്ന ആ വ്യക്തിക്ക് ലിമിറ്റഡ് ഇൻട്രസ്റ്റേ ഉണ്ടായിരിക്കുന്നുള്ളൂ. അത്തരം കേസിൽ ആ ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് പ്രകാരം മാത്രമേ ഉള്ളൂ ആ പ്ലഡ്ജ് വാലിഡ് ആകുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി, സപ്പോസ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾക്കൊരു ലാപ്ടോപ്പ് കളഞ്ഞു കിട്ടുകയാണ്. സോ ആ ലാപ്ടോപ്പിൻ്റെ റിയൽ ഓണറെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അയാൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അങ്ങനെ അയാൾക്കൊരു 2000 രൂപ ചിലവായി. ദെൻ അവസാനം അയാൾ അതിൻ്റെ ഓണറെ കണ്ടെത്തണം. സപ്പോസ് വൈ എന്ന് പറയുന്ന ഓണറെ കണ്ടെത്തി.
അപ്പോൾ എക്സ് എന്ത് ചെയ്യും? ആ 2000 രൂപ വൈനോട് ചോദിക്കും, എന്നിട്ട് ആ ലാപ്ടോപ്പ് തിരിച്ച് വൈക്ക് കൊടുക്കും. അതാണ് നോർമലി ചെയ്യാം. പക്ഷേ ഈ വൈ ആ 2000 രൂപ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ എമൗണ്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ എക്സ് ആ ലാപ്ടോപ്പും കൊടുക്കാതെ റീറ്റെയിൻ ചെയ്ത് വെച്ചു. അങ്ങനെ ഇയാളുടെ കയ്യിലുള്ള, അപ്പോൾ എക്സിൻ്റെ കയ്യിലാണ് ആ ലാപ്പിൻ്റെ പൊസഷൻ. സോ ആ എക്സ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ലാപ്ടോപ്പ് പ്ലഡ്ജ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു 5000 രൂപ റിസീവ് ചെയ്യുകയാണ് മറ്റൊരു വ്യക്തിൻ്റെ കയ്യിൽ നിന്ന്. സോ ഇത് വൈ അറിഞ്ഞു. വൈ എന്ത് ചെയ്തു? അയാൾ കൊടുക്കാനുള്ള 2000 രൂപ, അതാണ് അയാളുടെ ഇൻട്രസ്റ്റ്. അയാൾ കൊടുക്കാനുള്ള 2000 രൂപ കൊടുത്തുകൊണ്ട് അയാൾക്ക് ഈ ലാപ്ടോപ്പ് റിക്കവർ ചെയ്യാം. അതാണ് പറയുന്നത്, ചില കേസിൽ ആ പാർട്ടിക്ക് ഉണ്ടാകുന്ന ലിമിറ്റഡ് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടേ പ്ലഡ്ജ് വാലിഡ് ആകുന്നുള്ളൂ. സോ ഇവിടെ വ്യക്തി വൈ ആണ്. വൈക്ക് ആ ലാപ്ടോപ്പുമ്മ അല്ലെങ്കിൽ ആ പ്ലഡ്ജ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തേ കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ളൂ? 2000 രൂപയുള്ളൂ. ആ 2000 രൂപ കൊടുത്തുകൊണ്ട് അയാൾക്ക് ആ ലാപ്ടോപ്പ് റിക്കവർ ചെയ്യാം. അതാണ് പ്ലഡ്ജ് ബൈ എ പേഴ്സൺ ഹാവിങ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ്ജ്. നമ്മൾ പറഞ്ഞു പ്ലഡ്ജ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബെയിൽമെൻ്റ് ആണ്. എന്നാലും ഇത് രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ പറയുന്നത്, ഫസ്റ്റ് വൺ, ഓൺ ദ ബേസ് ഓഫ് പർപ്പസ്. ബെയിൽമെൻറ്റിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാകാം. ചിലപ്പം അതിൻ്റെ സേഫ് കസ്റ്റഡിക്കോ റിപ്പയറിനോ വാല്യൂ അഡീഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ യൂസ് ചെയ്യാനൊക്കെ കൊടുക്കാം. പക്ഷേ പ്ലഡ്ജ് എന്ന് പറയുന്നത് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ പർപ്പസ് എന്താണ്? ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ്. അപ്പോൾ ആ ഡെപ്റ്റ് റീപേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ഇവിടെ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോമിസിൻ്റെ പെർഫോമൻസിൻ്റെ ആയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്. ദെൻ റൈറ്റ് ടു സ്യൂ. In case of bailment, bailee can use the goods pledged as per the terms of bailment. ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റിൽ ചിലപ്പം ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് തന്നെ യൂസ് ചെയ്യാനാവാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ബെയിൽമെൻറ്റ് പ്രകാരം ബെയിലിക്ക് ആ ഗുഡ്സ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ പ്ലഡ്ജിൻ്റെ കേസിൽ പ്ലഡ്ജി അല്ലെങ്കിൽ പോണിക്ക് ഗുഡ്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ കഴിയില്ല. റൈറ്റ് ടു സെൽ. Bailey can either retain the goods or sue the bailor for his dues, but he cannot sell it. ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റിൽ ബെയിലിക്ക് കിട്ടാനുള്ള റിവാർഡ് കിട്ടുന്നത് വരെ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് സ്യൂ ചെയ്യാനൊക്കെ ബെയിലിക്ക് കഴിയും. പക്ഷെ ഒരിക്കലും ആ ഗുഡ്സ് വിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ പ്ലഡ്ജിൻ്റെ കേസിൽ പോണി ആ എമൗണ്ട് കൊടുക്കാതിരുന്നാൽ ആ ഗുഡ്സ് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ എന്ത് വേണ്ടി വരും? ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും പോണി. ദെൻ ലീൻ വിത്ത് റെസ്പെക്ട് ടു ലേബർ ആൻഡ് സ്കിൽ സ്പെൻഡ്. ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റിൽ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും വാല്യൂ അഡീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെയിലി എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം പ്ലഡ്ജിൻ്റെ കേസിൽ ദ എൻറ്റയർ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് വരെ, ഈവൺ അതിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടുന്നത് വരെയും പ്ലഡ്ജിക്ക് ആ ഒരു പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ ബെയിൽമെൻറ്റ് കേസിൽ സപ്പോസ് ഗ്രാറ്റുഷ്യസ് ബെയിൽമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ബെയിലർ ചോദിക്കുന്ന ആ സമയത്ത് തന്നെ ഗുഡ്സ് റിട്ടേൺ ചെയ്യേണ്ടി വരും. പക്ഷേ പ്ലഡ്ജിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ആ ഡെപ്റ്റ് റീപേ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ പ്രോമിസ് പെർഫോം ചെയ്യുന്നത് വരെ ഗുഡ്സ് ഒരിക്കലും റിട്ടേൺ ചെയ്യേണ്ട. അത് പെർഫോം ചെയ്ത് കഴിഞ്ഞാലേ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നുള്ളൂ. ദെൻ കൺസിഡറേഷൻ്റെ കേസിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ബെയിൽമെൻറ്റ് ഗ്രാറ്റുഷ്യസും ആകാം നോൺ ഗ്രാറ്റുഷ്യസും ആകാം. അതായത് ചില കേസിൽ പേയ്മെൻറ്റിന് അല്ലെങ്കിൽ കൺസിഡറേഷൻ ആകാം, ചിലപ്പം കൺസിഡറേഷൻ ഇല്ലാതെയും ബെയിൽമെൻറ്റ് ചെയ്യാം. പക്ഷേ പ്ലഡ്ജിൻ്റെ കേസിൽ എപ്പോഴും ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കും. ദെൻ ഡിസ്ചാർജ് ഓഫ് ദി കോൺട്രാക്റ്റ്. ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ആ ഒരു സ്പെസിഫിക് പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ആ സ്പെസിഫൈഡ് പീരിയഡ് എക്സ്പയർ ചെയ്യുമ്പോഴാണ്. അതേസമയം പ്ലഡ്ജിൻ്റെ കേസിൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത് ആ റീപേയ്മെൻറ്റ് നടത്തുന്നത് വരെ, ഡെപ്റ്റ് കൊടുക്കാനുള്ള എമൗണ്ട് ഫുള്ള് കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ ആ പ്രോമിസ് പെർഫോം ചെയ്യപ്പെടുമ്പോഴാണ് ആ ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. സോ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റും പ്ലഡ്ജും പറയുമ്പോൾ പ്ലഡ്ജും ഒരു കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻ്റ് ആണ്. പക്ഷേ പ്ലഡ്ജ് എപ്പോഴും ഡെപ്റ്റ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി കൊടുക്കാനൊക്കെയാണ്. അതാണ് നമ്മൾ പണയം വെക്കുക എന്നൊക്കെ പറയാറുള്ളത്. സോ അത്തരം കേസിലാണ് പ്ലഡ്ജ് എന്ന് പറയുള്ളൂ. അതല്ലാതെ സെക്യൂരിറ്റി ആയിട്ടല്ലാതെയാണ് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം ബെയിൽമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദ നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഡ്ജ് ആൻഡ് ലീൻ.
പ്ലഡ്ജും ലീനും തമ്മിലുള്ള ഡിഫറൻസ്. പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രിമെൻ്റ് ആണ്. ആ ഒരു അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് പ്ലഡ്ജ് കോൺട്രാക്റ്റ് ഡിറൈവ് ചെയ്യുന്നത്. പക്ഷേ ലീൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് പറയാം, ബൈ ലോ ആണ്. അതായത് ബെയിൽമെൻറ്റും പ്ലഡ്ജും ഒക്കെയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും റിവാർഡ് കിട്ടാനുള്ള വ്യക്തികൾക്ക്, അവരുടെ കയ്യിലുള്ള പൊസഷൻ എൻജോയ് ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് മാത്രമാണ് ലീന്. പക്ഷേ പ്ലഡ്ജ് അങ്ങനെയല്ല, അതൊരു കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അഗ്രിമെൻ്റ് ആണ്. ദെൻ പ്ലഡ്ജിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ച് കിട്ടുക എന്നുള്ള ആ ഒരു റിസ്ക്, അത് ആ ഒരു പ്രോബ്ലം സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലഡ്ജ് ചെയ്യുന്നത്. പക്ഷേ ലീൻ എന്ന് പറയുന്നത് നമുക്ക് ആ പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് കിട്ടാനുള്ള റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. പ്ലഡ്ജിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, പ്ലഡ്ജിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ട് എമൗണ്ട് കിട്ടാതെ വന്നാൽ ആ പ്രോപ്പർട്ടി വിൽക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ലീൻ്റെ കേസിൽ ഒരിക്കലും റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ദെൻ ടെർമിനേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ, പ്ലഡ്ജിൻ്റെ കേസിൽ ഗുഡ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലഡ്ജ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു, ഇനി അവിടെ വേറൊരു കോൺട്രാക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അതായത് ആ ഡെപ്റ്റ് റീപേ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോമിസ് പെർഫോം ചെയ്യുകയോ ചെയ്താൽ പ്ലഡ്ജ് ഗുഡ്സ് റിട്ടേൺ ചെയ്യും. സോ ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നതോടുകൂടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ലീൻ എന്ന് പറയുന്നത് പൊസഷനുമായി ബന്ധപ്പെട്ടുള്ള റൈറ്റാണ്. ആരുടെ കയ്യിലാണോ പൊസഷൻ ഉള്ളത് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിവാർഡ് കിട്ടാനുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള റൈറ്റാണല്ലോ. സോ അവരുടെ കയ്യിൽ അതിൻ്റെ പൊസഷൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ റൈറ്റ് ടെർമിനേറ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. ലീന് റൈറ്റാണ്, ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് അല്ല. സോ ലീൻ എന്ന് പറയുന്ന റൈറ്റ് ആർക്കേ ഉണ്ടാവുന്നുള്ളൂ? ആ ഒരു പ്രോപ്പർട്ടിൻ്റെ പൊസഷൻ എൻജോയ് ചെയ്യുന്ന വ്യക്തിക്കുള്ളൂ. സോ ആ പൊസഷൻ നഷ്ടപ്പെട്ടാൽ ലീനും നഷ്ടപ്പെടും. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഡ്ജ് ആൻഡ് ഹൈപ്പോത്തിക്കേഷൻ. പ്ലഡ്ജിൻ്റെ മറ്റൊരു ടൈപ്പാണ് ശരിക്കും ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗോൾഡൊക്കെ പണയം വെച്ചിട്ട് ഫണ്ട് ബോറോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്ലഡ്ജാണ്. അപ്പോൾ അവിടെ നമ്മൾ ഗോൾഡ് ഡെലിവറി ചെയ്യുന്നുണ്ട്, അതിൻ്റെ പൊസഷൻ കറക്റ്റ് അങ്ങോട്ട് ആ പണം തരുന്ന വ്യക്തിക്ക് കൊടുക്കും. പക്ഷേ ചില കേസിൽ നമ്മൾ പണം കടമെടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോമിസ് പെർഫോം ചെയ്യാമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചില കേസിൽ ഈ ഗുഡ്സ് ഡെലിവറി ചെയ്തോളണം എന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു 10,000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത് തരാതിരുന്നാൽ ഞാൻ ഇന്ന പ്രോപ്പർട്ടി നിനക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു വാക്ക് പറയാറുണ്ട്. അവിടെ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി ആ വ്യക്തിക്ക് കൊടുക്കുന്നില്ല, അതേസമയം ആ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടാവും. അത്തരം കേസിലാണ് നമ്മൾ അതിനെ ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. സോ പ്ലഡ്ജും ഹൈപ്പോത്തിക്കേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് പ്ലഡ്ജ് ഡെലിവറി ഓഫ് മൂവബിൾ ഗുഡ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ആ ഗുഡ്സിൻ്റെ ഡെലിവറി പ്ലഡ്ജിൻ്റെ കേസിലുണ്ടായിരിക്കും. സ്വർണം മാത്രം ആലോചിച്ചാൽ മതി, സ്വർണം കൊടുത്താൽ മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് നമുക്ക് ഫണ്ട് അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പറ്റുള്ളൂ. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിവറി ഉണ്ടാകുന്നില്ല, നമുക്ക് ഫണ്ട് കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ ഈട് വെക്കുക അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മളൊരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുക, അല്ലാതെ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒരിക്കലും ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടാവില്ല. ദെൻ പൊസഷൻ ഓഫ് ഗുഡ്സ്. പ്ലഡ്ജിൻ്റെ കേസിൽ പ്ലഡ്ജർ ലോസസ് ദ റൈറ്റ് ഓഫ് പൊസഷൻ ഓഫ് ദി ഗുഡ്സ്. പ്ലഡ്ജിൻ്റെ കേസിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന വ്യക്തിയാണ് പ്ലഡ്ജർ. സോ ആ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതോടെ അയാൾക്ക് അതിൻ്റെ പൊസഷൻ നഷ്ടപ്പെടും. പക്ഷേ ഹൈപ്പോത്തിക്കേഷൻ ഒരു പ്ലഡ്ജ് ആണ് എന്നുണ്ടെങ്കിലും അവിടെ പൊസഷൻ എന്ന് പറയുന്നത് ആ ഡെപ്റ്ററിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും, അതൊരിക്കലും ഫണ്ട് തരുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ റൈറ്റ് ഓഫ് ഡീലിംഗ് ഇൻ ഗുഡ്സ്. പ്ലഡ്ജിൻ്റെ കേസിൽ ആ ഗുഡ്സ് ഡീല് ചെയ്യാനുള്ള റൈറ്റ് പ്ലഡ്ജിക്ക് ഉണ്ടാവുന്നില്ല, അത് റീറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ആ എമൗണ്ട് കിട്ടുന്നത് വരെ പ്രിസർവ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൈപ്പോത്തിക്കേഷൻ്റെ കേസിൽ ഹാവ് എ റൈറ്റ് ടു ഡീൽ ഇൻ ഗുഡ്സ് ഇഫ് ദ ടേംസ് ഓഫ് കോൺട്രാക്ട് സോ പ്രൊവൈഡ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പേരിൽ ഒരു പ്രോപ്പർട്ടി ചൂണ്ടിക്കാട്ടിയിട്ട് ഒരു 10,000 രൂപ
അല്ലെങ്കിൽ വേണ്ട 1,00,000 രൂപ ഒരു വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. സോ ആ പ്രോപ്പർട്ടി ഞാൻ ലെറ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് അതിൽ നിന്ന് വാടകയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ കൊടുക്കേണ്ട 1,00,000 റുപ്പീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണല്ലോ ഞാൻ ആ 1,00,000 റുപ്പീസ് ബോറോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയാൽ എനിക്ക് പണം കടം തന്ന വ്യക്തിക്ക്, ക്രെഡിറ്ററിന്, എനിക്ക് കിട്ടാനുള്ള റെൻറ്റ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നതാണ്. അതാണ് ചില കേസിൽ ആ ഗുഡ്സ് ഡീല് ചെയ്യാനുള്ള റൈറ്റ് ഹൈപ്പോത്തിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ക്രെഡിറ്ററിന് കിട്ടും എന്നുള്ളതാണ് ഹൈപ്പോത്തിക്കേഷനിൽ വരുന്നൊരു വ്യത്യാസം. പക്ഷേ പ്ലഡ്ജിൽ ഒരിക്കലും അങ്ങനെയില്ല. പ്ലഡ്ജ് ചെയ്ത ഗുഡ്സ് ഡീൽ ചെയ്യാനുള്ള റൈറ്റ് ഒരിക്കലും പ്ലഡ്ജിക്ക് കിട്ടുന്നില്ല. ദെൻ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. ഇൻ കേസ് ഓഫ് പ്ലഡ്ജ്, റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് ആഫ്റ്റർ ഗീവിംഗ് പ്രോപ്പർ നോട്ടീസ്. പ്ലഡ്ജിക്ക് ആ ഗുഡ്സ് നോട്ടീസ് കൊടുത്തതുകൊണ്ട്, ദാറ്റ് മീൻസ് പ്ലഡ്ജിൻ്റെ കേസിൽ പോണർ കൊടുക്കേണ്ട എമൗണ്ട് പോണർ കൊടുക്കാതിരുന്നാൽ പോണിക്ക് അല്ലെങ്കിൽ പ്ലഡ്ജിക്ക് ഒരു നോട്ടീസൊക്കെ കൊടുത്തുകൊണ്ട് ആ ഗുഡ്സ് വിൽക്കുകയാണ് എന്ന് പറഞ്ഞ് വിൽക്കാം. പക്ഷേ ഹൈപ്പോത്തിക്കേഷൻ്റെ കേസിൽ ഒരിക്കലും ആ ഒരു പ്രോപ്പർട്ടി വിൽക്കാനോ അതിൽ നിന്ന് എമൗണ്ട് റിക്കവർ ചെയ്യാനോ ഈ പറയുന്ന ക്രെഡിറ്റർക്ക് കഴിയില്ല. പക്ഷേ ക്രെഡിറ്റർക്ക് കേസ് കൊടുക്കാം, ഇങ്ങനെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്ലെയിം ചെയ്തിട്ടാണ് ഇങ്ങനെ എമൗണ്ട് കൊടുത്തത്, സോ ഇതിൽ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റർക്ക് കേസ് കൊടുക്കാം. അതല്ലാതെ ആ ഡെപ്റ്ററിൻ്റെ പ്രോപ്പർട്ടി വിൽക്കാനൊന്നും ക്രെഡിറ്റർക്ക് കഴിയില്ല. പക്ഷേ പ്ലഡ്ജിൻ്റെ കേസിൽ എമൗണ്ട് കൊടുക്കാതിരുന്നാൽ ക്രെഡിറ്റർക്ക് അല്ലെങ്കിൽ പോണിക്ക് ആ പ്രോപ്പർട്ടി വിൽക്കാനും എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ഇത്രയാണ് പ്ലഡ്ജും ഹൈപ്പോത്തിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് പ്ലഡ്ജുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് പറയാനുള്ളത്. പ്ലഡ്ജ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബെയിൽമെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്യുക തന്നെയാണുള്ളത്. പക്ഷേ ആ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോമിസ് പെർഫോമൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെക്യൂരിറ്റി ആയിട്ടായിരിക്കും ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്. രണ്ട് പാർട്ടീസാണ് ഉണ്ടാകുന്നത്, പോണറും പോണിയും. ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന ആളെ പോണർ എന്നും ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആളെ പോണി എന്നും പറയും. ദെൻ ബോത്ത് പോണർക്കും പോണിക്കും അതായിട്ടുള്ള റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ട്. ദെൻ പ്ലഡ്ജും ബെയിൽമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു, ലീനും പ്ലഡ്ജും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞു, പ്ലഡ്ജും ഹൈപ്പോത്തിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.